ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഈ നോമ്പിനൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ബ്രെഡ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 12 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 6 സെറ്റായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 12 ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ 2 ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. 2 ബ്രെഡ് ഇതുപോലെ ഒപ്പം വെച്ചിട്ട് നമ്മൾ സൈഡ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് 2 ബ്രെഡും ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതുപോലെ 2 ബ്രെഡ് സെറ്റായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡ്, എല്ലാ ബ്രെഡിൻ്റെ സൈഡും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ സൈഡ് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തടിച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. അത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് റോസ്റ്റ് ചെയ്യുകയും ചെയ്യാം, റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡിൻ്റെ സൈഡും ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 6 സെറ്റ് ബ്രെഡാണ് നമ്മളിതുപോലെ 2 വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 12 ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ 6 ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മുട്ട നല്ലതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബീറ്റർ വേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ നമ്മുടെ മുട്ട ഇതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രെഡിൻ്റെ അളവ് കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ മുട്ടയുടെ അളവ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ആവശ്യം അപ്പോൾ ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഓരോ ബ്രെഡും എടുത്തിട്ട് ഈ 2 ബ്രെഡിൻ്റെ ആ സെറ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതുപോലെ ഒരു ബ്രെഡിൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയിൽ നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തിരിച്ചും മറിച്ചോട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ആ മുട്ടയുടെ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസ് നല്ലതുപോലെ തന്നെ അങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓരോ ബ്രെഡിൻ്റെ സെറ്റും ഇതുപോലെ എടുത്തിട്ട് മുട്ടയുടെ മിക്സിൽ മുക്കിയെടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസ് അങ്ങ് കോട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എല്ലാ ബ്രെഡും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 6 ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ബ്രെഡിൻ്റെ സെറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. നമ്മൾ കുറഞ്ഞ സിമ്മിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ എണ്ണ കുടിക്കും. അപ്പം പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചോട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. അപ്പം നമ്മൾ ഇതുപോലെ ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീയിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തീയിട്ട് കഴിഞ്ഞാൽ
ഒരിക്കലും എണ്ണ കുടിക്കൂല. പക്ഷേ നമ്മൾ സിമ്മിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് നല്ലതുപോലെ എണ്ണ കുടിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചോട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമ്മുടെ എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ ബ്രെഡിൻ്റെ സെറ്റും ഇതുപോലെ എടുത്തിട്ട് നമുക്കിതുപോലെ ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഭാഗം നമ്മളിതുപോലെ കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നില്ല, കത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യുക, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ 2 ബ്രെഡ് ഇതുപോലെ വെച്ചതുകൊണ്ട് നമുക്കത് ഒരു പോക്കറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഫില്ലിങ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ സിമ്പിളാണ്. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫില്ലിങ് അങ്ങ് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡിൻ്റെ സെറ്റും ഇതുപോലെ നടുഭാഗം ഇതുപോലെ അങ്ങ് കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ ഇതുപോലെ 2 ബ്രെഡ് ഒരുമിച്ചിട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ് നമ്മൾ റെഡിയാക്കിയിട്ടില്ല, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, എല്ലാതും ഇതുപോലെ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ കുരുമുളക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് കൈകൊണ്ടൊന്ന് പിച്ചി എടുത്തിട്ടുള്ളതാണ്. എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ എത്ര ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് ക്യാബേജും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാൻ ഒരു തക്കാളിയുടെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് മുഴുവനായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തക്കാളിയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് മയോണീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മയോണീസിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള മയോണീസാണ് നമ്മളിതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മയോണീസ് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴൊക്കെ ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ മിക്സ് ചെയ്തെടുത്തപ്പോൾ മയോണീസ് കുറച്ച് കുറവാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ 1 സ്പൂൺ മയോണീസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണീസിന് നമ്മൾ എടുക്കുന്ന ഫില്ലിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് മയോണീസ് എടുത്താൽ മതി. കൃത്യമായിട്ടുള്ള ഒരളവൊന്നുമില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിൻ്റെ ഓരോ പീസും ഇതുപോലെ എടുക്കാം. ഇനി നമുക്കിതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് അകത്തിയിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. മുഴുവനായിട്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ ബ്രെഡിൻ്റെ ഉള്ളിലും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് 6 ബോക്സായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ അതുപോലെ 12 കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ നല്ലതുപോലെ തന്നെ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് വേറെ ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല. നമ്മളിനി ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എല്ലാ ബ്രെഡിൻ്റെ ഉള്ളിലും ഇതുപോലെ നമ്മുടെ ഫില്ലിങ് അങ്ങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ബ്രെഡ് പോക്കറ്റ് ഷവർമ്മയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.